നേരം നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നൊന്ന് ചീത്ത നേരം. നല്ല നേരം വന്നാൽ തെരുവ് തണ്ടി രാജാവാകും. മറിച്ച് ചീത്തയാണെങ്കിലോ രാജാവും തെരുവ് തണ്ടിയാവും. അമേരിക്കയിലൊരു VIP ഗെറ്റ് ടുഗദറിൽ വെച്ച് ഒരാളൊരു ബോംബ് പൊട്ടിച്ചു. അയാളുടെ സമയം അതൊരു കാരണമാക്കി പുള്ളിയുടെ ഭാര്യയെ പുള്ളി ഡൈവോഴ്സ് ചെയ്തു. ഞാൻ സമ്പാദിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവളാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നതെന്ന് ആലോചിച്ച് പുള്ളി സ്വത്തെല്ലാം ആശ്രമങ്ങൾക്കും അനാഥാലയങ്ങൾക്കും എഴുതി വെച്ച് ഒരു തെരുവ് തണ്ടിയായി. അങ്ങനെ പുള്ളിയുടെ കമ്പനിയെ വിശ്വസിച്ച് ഇവിടെ ചെന്നൈയിൽ ബിസിനസ് നടത്തിയിരുന്ന എൻ്റെ ബോസിന് പണി കിട്ടി. കമ്പനി നഷ്ടത്തിലാവാൻ തുടങ്ങി. സാലറി കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. പുതിയതായി ജോയിൻ ചെയ്തവരെ പിരിച്ചുവിടാൻ തുടങ്ങി. എൻ്റെ നേരം അതോടെ തീരുമാനമായി. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിരുന്നു. ജോലി പോയതിൻ്റെ ഒപ്പം അതും പോയി. നേരം ശരിയല്ലെങ്കിൽ അമേരിക്കയിൽ ബോംബ് പൊട്ടിയ ഇവിടെ നാറും. കല്യാണം നടത്താൻ വേണ്ടി വട്ടുരാജയുടെ അടുത്ത് നിന്ന് കടം മേടിച്ചു. വട്ടുരാജ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, பொண்டாட்டி இருக்கா? ഇല്ല, ஏன்? കല്യാണം ആകില്ല. வீடு? அண்ணா என் ரூம்மேட் தான் அண்ணா. பேர் என்ன சொன்ன? മാത്യു. மேத்யூ. മാത്യു. மேத்யூ. இதோ பாரு ஜான், 1 பாயிண்ட். பொண்டாட்டி இல்லை, வீடு இல்லை. 2 பாயிண்ட், உன்னை வச்சுதான் பணம் தரேன். மாசம் 3 ஆனா வட்டி டான் வரணும். 3 பாயிண்ட், 4 மாசத்துக்குள்ள அசல் செட்டில் பண்ணும். ഓക്കെ. ராஜா, உங்க காசை எப்படியாவது கொடுத்துட்றேன். அதுக்காக வீட்டுக்கெல்லாம் வராதீங்க. ഇയാളുടെ വീടാണോ? நேரத்தோட உன் டைம் முடிஞ்சு போச்சு. போனை போட்ட கட் பண்ற. ராஜா, எப்படியாவது உங்க பணத்தை நான் திருப்பி கொடுத்துட்றேன். என்ன நம்புங்க ராஜா. எந்திரி மேல உட்கார். உன் வீடு, உன் டைனிங் டேபிள், உன் சேரு. உட்கார் மயிலு. பாரு மயிலு, பணத்தை கொடு, நான் கண்ணிலே போட மாட்டேன். நல்ல வீடு, உன் பெட்ரூம், அதோட பாத்ரூம் சூப்பர். இட்டாலியன் மார்பிள் சார். நைட்டு கூட அங்கதான் படுத்தேன். அதனால இந்த கண்ணில் பிஸ் அடிக்கிற நிப்பாட்டு, எங்க ஆசை கொடு. எப்படியா கொடுத்துட்றேன் ராஜா. ഞാനല്ല കസേര നീങ്ങാന്നോണെ. இது வட்டிக்கு சரியா போச்சு. அப்போ அசல் 2-3 நாள்ல தந்துடுறேன். 2-3? இதுவே பொண்டாட்டி பிள்ளைங்க கழுத்துல இருந்த நகையெல்லாம் கலெக்ட் கொண்டாந்து கொடுத்து. 2-3?
3 நாளில் கொடுத்துட்றேன். அது பாயிண்ட் கரெக்டா? ആ, ആ, காசு ഇത് ആ, കറക്റ്റാണ്. ആ, ம், ம். ആ, പോരെ പോരെ അല്ലെങ്കിൽ ഇയാൾ ഇനി കറക്റ്റാണെന്ന് ചോദിക്കും വേമ. അളിയ ജോണെ പണിയാവോ? നീ അതൊന്നും കണ്ട് പേടിക്കണ്ട. കറക്റ്റായിട്ട് കാശ് കൊടുത്ത ഞാൻ അയാളൊന്നും ചെയ്യില്ല. അല്ല നീ കൊടുക്കൂലോ അല്ലേ? വാടാ, നീയല്ലേ പറഞ്ഞത് വട്ടിരാജയുടെ വീടാണ്? എനിക്കെങ്ങനെ അറിയാനാടാ? അഡ്രസ് പറഞ്ഞു, അയാളുടെ വീടാന്നല്ലേ ഞാനും വിചാരിച്ചത്. நெருப்பு, வெள்ளை. மயிலே மயிலே இறகு போடணும். 3 நாளில் பணம் வரலன்னு வை, வெளியே நிற்கிறோம் அம்பாஸ்ட்டை தூக்கிட்டு போயிடுவேன். சரி ராஜா. என்னை பற்றி உனக்கு நல்லா தெரியும் மயிலே, பார்த்து பொழைச்சிக்க. நீங்க கேட்குற பேக்கேஜ் ரொம்ப ஹை. Sorry, you're not qualified. യു ആർ നോട്ട് ഫിറ്റ്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസമായി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി മുതലും പലിശയും കുറച്ചടച്ചു. ഇപ്പം തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് വട്ടിരാജയുടെ 2 മാസമായിട്ട് അവധി പറഞ്ഞിരിക്കുക. ഇപ്പോൾ വട്ടിരാജയുടെ ഫോൺ വരുമ്പോൾ എന്ത് പറയുന്നെനിക്ക് എത്തും പിടിയില്ല. ഇന്നാണ് അവസാനത്തെ ദിവസം. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വട്ടിരാജ മിക്കവാറും എൻ്റെ കാലിനാവും. ജോണിൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമോ? ജീന. ഞാൻ 6 പഠിക്കുമ്പോൾ അവൾ എൻ്റെ സ്കൂളിൽ 4th ജോയിൻ ചെയ്തു. ഞാൻ അവൾ മൈൻഡ് ചെയ്തേയില്ല. കാരണം എൻ്റെ ശ്രദ്ധ ഫുൾ പഠിപ്പിലായിരുന്നു. 2 കൊല്ലത്തിന് ശേഷം അവൾ 6 ഞാനും അതേ 6 തന്നെയായിരുന്നു. തോൽവിയിലും ഒരു വിജയമുണ്ടെന്ന് എനിക്കന്നാണ് മനസ്സിലായത്. ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെൺപിള്ളേർ വലുതാകുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസിൽ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ജോലി കിട്ടിയതും ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയി. അത് ഈ വടപള്ളി ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം. അപ്പോൾ 2 വണ്ടി തമ്മിൽ ഇടിച്ച് ലേറ്റായി പോയി. മണം പോയില്ലേ? എന്തോ പറയണം. പുല്ലോ? പുല്ല്. എൻ്റെ അമ്മയും ഫ്രണ്ട്സെല്ലാം പറയാറുണ്ട്, ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. കഷ്ടപ്പെടാൻ വരുന്നു. അല്ല, കഷ്ടപ്പെടാൻ വരുന്നു. വന്ന നന്നായിരിക്കുമല്ലേ? ഒരാഴ്ചയായി. 2 weeks. 3 ആഴ്ചയായി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ സമയത്തിന് വന്ന ഇഷ്ടാന്ന് പറയാൻ കാത്തിരിക്കുക. നീ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നാളെ ഞാൻ കറക്റ്റ് സമയത്ത് വരാം. നാളെ ഞാൻ വരുന്നില്ലല്ലോ. ഓ,
ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡാ ബോൾട്ടേ, ഞാനാ? 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? മണ്ടൻ. വേണ്ടല്ലേ? സോറി. ആദ്യത്തെ ഉമ്മ, ബീച്ചിന്റെ സൈഡ്, സൺസെറ്റ്. ദൈവമേ, മിന്നിച്ചേക്കണേ. അങ്കിൾ. അതെ, അങ്കിള് തന്നെ. അങ്കിൾ കോയമ്പത്തൂരിൽ പോന്നു. എഴുന്നേറ്റ് പോടാ. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം അങ്കിൾ? എഴുന്നേറ്റ് പോടി. അവന്റെ ഒരു അന്വേഷണം. പൊക്കെ പൊക്കെ, വീട്ടിൽ പൊക്കെ. പോടാ, എടാ പോ. വീട്ടിൽ നിന്ന് അളിയനെയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ജീനയെ പെണ്ണ് വെച്ചു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീനയുടെ പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തുപറ്റി അങ്കിൾ? എന്തായാലും തന്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തന്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്ന ഈ കാസറ്റ്. എന്റെ മണ്ടത്തരത്തിനാ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എന്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ? എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എന്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS സൈക്കിളും ബീച്ചിൽ പോക്ക് സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ, എന്നെ അങ്കിളെന്ന്. ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെന്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം.